Welcome to the next class. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റിലേക്ക് യോസ്റ്റ് എന്ന് പറയുന്ന SEO ടൂൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. യോസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ 1 SEO പ്ലഗിനാണ്. വേർഡ്പ്രസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പർ 1 SEO പ്ലഗിനാണ് യോസ്റ്റ്. അതുപോലെ തന്നെ വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ യോസ്റ്റും ബ്ലൂ ഹോസ്റ്റും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവർ കണക്റ്റ് ആവുകയും അതിലൂടെ ബ്ലൂ ഹോസ്റ്റും യോസ്റ്റും തമ്മിൽ ഏറ്റവും നല്ല ഒരു വേർഡ്പ്രസ് എക്സ്പീരിയൻസ് അവരുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോസസ്സ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വൂക്കോമേഴ്സ് ഹോസ്റ്റിങ്ങിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും യോസ്റ്റ് SEO ഒപ്റ്റിമർ എന്ന് പറയുന്ന യോസ്റ്റിൻ്റെ ഒരു ടൂൾ ഇവിടെ നമുക്കുണ്ട്. സാധാരണ രീതിയിൽ യോസ്റ്റിൻ്റെ ഒരു പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് യോസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും ലഭിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ചാറ്റ് സപ്പോർട്ട് വഴിയും അല്ലെങ്കിൽ കോൾ സപ്പോർട്ട് വഴിയുമൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ബ്ലൂ ഹോസ്റ്റിലൂടെ നമുക്കത് സാധ്യമാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലൂ ഹോസ്റ്റിൻ്റെ ഡാഷ്ബോർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഡൊമൈനായിട്ടുള്ള സുബിൻ സ്റ്റോഴ്സിൽ എങ്ങനെയാണ് യോസ്റ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ സൈറ്റ് സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരുപാട് പ്ലഗിൻസും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാനേജിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ പ്ലഗിൻസും വേണമെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലഗിൻസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് അവിടുന്ന് തന്നെ നമ്മൾ നേരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യോസ്റ്റ് പ്ലഗിൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോസ്റ്റ് പ്ലഗിൻ വൺസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ യോസ്റ്റിൻ്റെ ഒരു ജനറൽ സെറ്റിങ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നിങ്ങളിത് സെലക്ട് ചെയ്യുക. വൺസ് നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജനറൽ സെറ്റിങ്സ് നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഫസ്റ്റ് ടൈം കോൺഫിഗറേഷനിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ SEO ഡേറ്റ ഒപ്റ്റിമൈസേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മളുടെ സൈറ്റ് ഒരു ഓർഗനൈസേഷൻ ആണോ അതോ ഒരു വ്യക്തിയാണോ. ഇപ്പോൾ നമുക്കൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മുടെ സ്ഥാപനം രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു പേഴ്സണൽ ബ്ലോഗ്, ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ബ്ലോഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പേരെന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ പേരെന്താണോ അത് കൊടുക്കാം. വെബ്സൈറ്റിൻ്റെ പേരെന്താണോ അത് നമുക്ക് കൊടുക്കാം. നമുക്കൊരു ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോഗോ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോഷ്യൽ പ്രൊഫൈലും ഡീറ്റെയിൽസും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ യോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു SEO ടൂൾ ആയിരിക്കും നമ്മളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ഗൂഗിൾ പോലെയുള്ള കമ്പനികൾക്ക് സബ്മിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിജിമാർക്ക് അക്കാഡമി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നമ്മളുടെ ബ്രാൻഡിനെ പറ്റിയുള്ള ഈ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഒക്കെ എവിടെ നിന്നാണ് കൂടുതലും റീഡ് ചെയ്യുക എന്നുള്ളത്. ഗൂഗിൾ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി പല പല സ്ഥലങ്ങളിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ സോഷ്യൽ പ്രൊഫൈലുകളൊക്കെ നമ്മളുടെ വെബ്സൈറ്റിലുള്ള ഡേറ്റയിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ടാണ് ഇവിടെ വരിക. ഇതിൻ്റെ നോളജ് ഗ്രാഫ് എന്നാണ് പറയുക. അപ്പോൾ ഈ നോളജ് ഗ്രാഫിൽ ഡേറ്റ വരുന്നതിന് ബ്ലൂ ഹോസ്റ്റിലൊക്കെ നമ്മൾ ഇവിടെ ഇതുപോലെ സോഷ്യൽ പ്രൊഫൈൽസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കും. ഇനി യോസ്റ്റിൻ്റെ SEO യൂസേജ് ട്രാക്കിംഗ് ഉണ്ട്. അതായത് എന്തെങ്കിലും അനോണിമസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അത് യെസ് കൊടുക്കാം, നോ കൊടുക്കാം, നോ ഇഷ്യൂ. ഇനി ട്രാക്ക് ചെയ്തെങ്കിൽ അത് ഏത് മെയിലിലേക്ക് വിടണം എന്നുള്ളതാണ് ഇവിടെ യോസ്റ്റിൻ്റെ ന്യൂസ് ലെറ്ററിന് വേണ്ടി സൈനപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കൊടുക്കാം. അതിനുശേഷം സേവ്. ഇനി ഫിനിഷ് കോൺഫിഗറേഷൻ ആണ്. ഫിനിഷ് കോൺഫിഗറേഷൻ പ്രോസസ്സിൽ വന്നു. ഇനി നമ്മൾ ഗോ ടു യുവർ SEO ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ SEO ഡാഷ്ബോർഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സ് ഇപ്പം നമ്മളുടെ
ഭാഗത്തു നിന്നുള്ള ജനറൽ സെറ്റിങ്സ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി സെറ്റിങ്സ് ടാബ് ഉണ്ട്. യോസ്റ്റിൻ്റെ ഒരു SEO സെറ്റിങ്സ് ടാബാണ് ഇത്. നമ്മളുടെ യോസ്റ്റിൻ്റെ സെറ്റപ്പ് ഭാഗമാണ്. ഇവിടെ നമുക്ക് ഒരു ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ യോസ്റ്റ് ഓരോരോ സെപ്പറേറ്റ് ടാബുകളായിട്ട്, നേരത്തെ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ സെപ്പറേറ്റ് ടാബുകളായിട്ടൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇവിടുത്തെ വീഡിയോയിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. കാറ്റഗറി, ടാഗ്, ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, ദെൻ ഗോട്ട് ഇറ്റ് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യോസ്റ്റിൽ നമ്മൾ ഇനേബിൾ ചെയ്യേണ്ട ഓരോരോ ഫീച്ചേഴ്സും ഇവിടെ ജനറൽ ഫീച്ചേഴ്സ്, കണ്ടന്റ് ടൈപ്സ്, കാറ്റഗറി ആൻഡ് ടാഗ്സ്, അഡ്വാൻസ്ഡ്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതിനകത്ത് ജനറൽ ഫീച്ചേഴ്സിൽ സൈറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അതിനകത്ത് നമ്മളുടെ SEO അനാലിസിസ് അവിടെ ഇനേബിൾ ആവണം, റീഡബിലിറ്റി അനാലിസിസ് റീഡബിൾ ആവണം, ഇൻസൈറ്റ് കാണിക്കണം. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. സൈറ്റിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ സൈറ്റിന് ഒരു ആൾട്ടർനേറ്റ് നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ പേര് സുബിൻ സ്റ്റോഴ്സ് എന്ന് മാത്രം കൊടുക്കുന്നു. പിന്നെ നമ്മളുടെ സൈറ്റിനെ പറ്റി എഴുതി വരുന്ന ടൈമിൽ ഇതുപോലെ നമ്മളുടെ സൈറ്റിനെ പറ്റി എഴുതി വരുമ്പോൾ അവിടെ ഹൈഫൻ ആണോ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ജോയിൻ, ഇവിടെ ഒരു ബാർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഈ യോസ്റ്റിൻ്റെ ഈ സൈറ്റിൽ ഒരു പ്ലസ് ഐക്കൺ കഴിഞ്ഞ് ജോയിൻ ഫോഴ്സസ് എന്ന് എഴുതിയിട്ട് ഒരു ബാർ ഐക്കൺ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോസ്റ്റുകൾക്കൊക്കെ ഇതുപോലെ ബാർ ഐക്കണാണ് വരേണ്ടതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹൈഫൻ ആണെങ്കിൽ ഇത്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാർ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ സൈറ്റിന് നേരത്തെ തന്നെ ചോദിച്ചാണ് നമുക്കൊരു ഇമേജോ പ്രിഫറൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇത് സെറ്റപ്പ് ചെയ്യാനാണ്. ഇത് നമ്മുടെ സൈറ്റിൻ്റെ ഒരു ജനറൽ സെറ്റിങ്സ് ആണ്. ഇവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇനി സൈറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഓൾറെഡി പേഴ്സൺ ആണോ ഓർഗനൈസേഷൻ ആണോ എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ കൊടുത്തായിരുന്നു. അതിൻ്റെ ഒരു പേരുമൊക്കെ കൊടുത്തായിരുന്നു. ഇത് സൈറ്റ് കണക്ഷൻസ് എന്നുള്ളതാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ സെർച്ച് കൺസോൾ പോലെയുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ SEOയെ പറ്റി കൂടുതൽ പഠിക്കേണ്ടതാണ്. SEOയെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ സെർച്ച് കൺസോളിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മളുടെ വെബ്സൈറ്റിനെ ഗൂഗിളിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത് സെർച്ച് കൺസോൾ വഴിയാണ്. അപ്പോൾ സെർച്ച് കൺസോളിൽ നമ്മളൊരു വെബ്സൈറ്റിനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഒരു വേരിഫിക്കേഷൻ കോഡൊക്കെ ഉണ്ട്. ആ ഒരു വേരിഫിക്കേഷൻ കോഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്, അതായത് ഗൂഗിൾ വേരിഫിക്കേഷൻ കോഡ്. അതുപോലെ തന്നെ ബെയ്ഡു, ബിങ്, പിൻട്രസ്റ്റ്, യാൻഡെക്സ്, ഇവിടെ എല്ലാം നമുക്കിതുപോലെ വേരിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഗൂഗിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈറ്റ് വെരിഫൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കോഡ് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളുടെ കണ്ടന്റ് ടൈപ്സ് എങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹോം പേജ് എങ്ങനെയാണ്, പോസ്റ്റുകളിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഇനേബിൾ ചെയ്ത് അതിൻ്റെ സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഒരു പേജിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ്, പ്രോഡക്റ്റ് പേജുകൾ, അതായത് നമുക്കിവിടെ വൂക്കമേഴ്സ് ആണ്, വൂക്കമേഴ്സ് സൈറ്റാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൂക്കമേഴ്സിൽ നമുക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് പേജുകൾ, പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ SEO കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോം പേജ് അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നിടത്ത് യോസ്റ്റിൻ്റെ റോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ഒന്ന് വേറൊരു ടാബിലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഈ ഒരു സെറ്റിങ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് എവിടെയാണ്, ഇത് സെറ്റിങ്സിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, വി ആർ ലേണിംഗ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേഷൻ. ഇതിനകത്ത് എഡിറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിത് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും യോസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്ലഗിൻ പാർട്ടാണ് നിങ്ങളിതാ ഈ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ഏരിയ. ഈ ഡ്രോപ്പ് ഡൗൺ ഏരിയയിൽ എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റിൽ എഴുതുന്ന കാര്യങ്ങൾ, അതായത് SEO ടൈറ്റിൽ, പേജ്, സെപ്പറേറ്റർ, സൈറ്റ് ടൈറ്റിൽ. അതായത് SEO ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മളുടെ ടൈറ്റിൽ എന്താണോ നമ്മളുടെ ടൈറ്റിൽ, അതുപോലെ തന്നെ ഏത് പേജാണോ അതിന് ശേഷം ഒരു സെപ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സൈറ്റ് ടൈറ്റിൽ ഇങ്ങനെ വരണമെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ SEO കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ഫോക്കസ് കീ ഫ്രേസ് വേണമെങ്കിൽ കൊടുക്കാം. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ കീവേഡ് വെബ്സൈറ്റ് എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ് കീ ഫ്രേസ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളൊരു ഫോക്കസ് കീ ഫ്രേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലഗ് അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു URL സ്ട്രക്ചർ എന്ന് പറയുന്നത്
നമ്മളുടെ ഫോക്കസ് കീ ഫ്രേസ് ഉൾപ്പെടുന്നതായിരിക്കണം. അത് SEO ചെയ്യുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പം നമ്മളുടെ URL സ്ട്രക്ചറിൽ ഹെലോ വേൾഡ് എന്നാണ് കിടക്കുന്നത്. ഇതിനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, e-commerce വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ടൈറ്റിൽ അവിടെ വന്നതാണ്. ഇപ്പോൾ e-commerce വെബ്സൈറ്റ് ക്രിയേഷൻ. ഇനി നമ്മളുടെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഡെസ്ക്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ e-commerce നമ്മുടെ വെബ്സൈറ്റ് കഴിഞ്ഞതിന് ശേഷം e-commerce വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്ലഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോക്കസ് കീ ഫ്രേസുമായി ബന്ധമുള്ളതായിരിക്കണം. SEOയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്ത് പോവേണ്ടതുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് വി ആർ ക്രിയേറ്റിംഗ് ആൻഡ് അല്ലെങ്കിൽ ഫോർ എ ടെക്സ്റ്റൈൽ ബ്രാൻഡ് എന്ന് മാത്രം ഞാൻ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ഇതിനെ മെറ്റ ടൈറ്റിൽ എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്താണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കണം. അപ്പം നമ്മൾ ഈ എഴുതുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനാണ് ഗൂഗിൾ സെർച്ചസിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രാൻഡുകളെ പറ്റി വരുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ഡിജിമാർക്കിൻ്റെ മെറ്റാ ടൈറ്റിൽ അല്ലെങ്കിൽ മെയിൻ ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതിനകത്ത് കീവേഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു SEO ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു SEO അനാലിസിസ് നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യോസ്റ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഇമേജുകൾ ആഡ് ചെയ്തിട്ടില്ല, ഇൻറ്റേർണൽ ലിങ്ക് ആഡ് ചെയ്തിട്ടില്ല, കീ ഫ്രേസ് ഇൻട്രഡക്ഷനിലില്ല, ടെക്സ്റ്റ് ലെങ്ത് 300 വാക്കിൽ കൂടുതൽ, ലെറ്റേഴ്സിൽ കൂടുതലില്ല, വേർഡ്സിൽ കൂടുതലില്ല, SEOയുടെ വിഡ്ത്ത് എത്രത്തോളം ഉണ്ട്. അപ്പം നമ്മൾ ഓരോ കാര്യവും കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ലൈറ്റിംഗ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഈ ഒരു ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്നുള്ളതാണ്. കീ ഫ്രേസ് ഇൻ മെറ്റാ ഡിസ്ക്രിപ്ഷൻ, കീ ഫ്രേസിൻ്റെ ലെങ്ത് ഉണ്ട്, പ്രീവിയസ്ലി യൂസ്ഡ് കീ ഫ്രേസ് ഇൻ സ്ലഗ് എന്ന് പറയുന്നത് നമ്മുടെ URL സ്ട്രക്ചർ. അപ്പോൾ ഇനി കറക്റ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട്. SEOയുടെ ടൈറ്റിൽ, ലെങ്ത്, ഇൻറ്റേർണൽ ലിങ്ക്, എക്സ്റ്റേണൽ ലിങ്ക്, ഔട്ട്ബൗണ്ട് ലിങ്ക് എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു പേജിൻ്റെ SEO കറക്റ്റായിട്ട് റാങ്ക് ചെയ്ത് വരും. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രോപ്പറായിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതണം. ആ ആർട്ടിക്കിളിൽ ഈ പറയുന്ന പല കാര്യങ്ങളും പാലിക്കുകയും വേണം. പക്ഷെ നമുക്കിതിനു വേണ്ടിയുള്ളൊരു നോട്ടിഫിക്കേഷൻ തരുന്നത് യോസ്റ്റ് ആണ്. യോസ്റ്റിൻ്റെ ഒരു പ്രീമിയം SEO അനാലിസിസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാം, യോസ്റ്റിൻ്റെ ഒരു പ്രീമിയം. പക്ഷെ ഫ്രീ വേർഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീടുള്ളത് കോർണർ സ്റ്റോൺ കണ്ടന്റ് എന്ന് പറയുന്നത്, അതായത് ഈ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു മെയിൻ കണ്ടന്റ് ആണെന്ന് ഗൂഗിളിനെ അറിയിക്കാൻ വേണ്ടി നമുക്ക് യോസ്റ്റിനോട് കമാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ നമ്മൾ കോർണർ സ്റ്റോൺ കണ്ടന്റ് എന്ന് പറയുന്നത്. കോർണർ സ്റ്റോൺ കണ്ടന്റ് എന്നുള്ളത് അതുപോലെ തന്നെ ഇത് ഗൂഗിൾ റീഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് മെറ്റാ റോബോട്ട്സ് എന്ന് പറയുന്നത്. നോ ഇമേജ് ഇൻഡെക്സ്, നോ ആർച്ചീവ്, നോ സ്നിപ്പറ്റ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഗൂഗിൾ ചില പേജുകൾ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീടുള്ളത് കനോണിക്കൽ URL. കനോണിക്കൽ URL എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ എഴുതുന്ന കാര്യത്തിനെ പറ്റി, നമ്മൾ എന്താണോ എഴുതുന്നത് ആ എഴുതുന്ന കാര്യത്തിനെ പറ്റി മറ്റെവിടെയെങ്കിലും നമ്മളുടെ സൈറ്റിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പേജിനെയാണോ റാങ്ക് ചെയ്യേണ്ടത് അതോ ഈ പേജിനെയാണോ റാങ്ക് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയാണ് കനോണിക്കൽ URL. അപ്പോൾ മറ്റൊരു പേജാണ് മെയിൻ പേജ് എങ്കിൽ അതിൻ്റെ URL ഇവിടെ കൊടുക്കണം. ഇത് അതിൻ്റെ കോപ്പിയാണ് എന്ന് നമ്മൾ ഗൂഗിളിനെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് യോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യോസ്റ്റ് SEO ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും ഒക്കെയുണ്ട്. SEOയെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനും SEO ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. ഡിജിമാർക്ക് അക്കാഡമി നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിമാർക്കിൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും കിട്ടും. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഞങ്ങളുടെ ഗൂഗിൾ റിവ്യൂസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനുമായിട്ട് ഒരുപാട് പേരാണ് നമ്മളിലേക്ക് എത്തുന്നത് നമ്മളുടെ വീഡിയോയിലൂടെ. നിങ്ങൾക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അഫിലിയേറ്റ് ലിങ്ക് ഞാൻ അവിടെ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ ഈ കാണുന്ന ഇമെയിലിലേക്ക് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾക്ക് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാണ് കൂടുതലും ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും അതുപോലെ എന്നെപ്പോലെയുള്ളവരുടെ വീഡിയോസൊക്കെ കാണുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായി പഠിക്കുവാനായിട്ട് ഡിജിമാർക്ക് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.